ഹലോ, ഇന്നൊരു അടിപൊളി പോർക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല വരട്ടിയെടുത്ത പോർക്കാണ് ഇത്. കഴിച്ചാൽ നിങ്ങൾ പോർക്കിൻ്റെ ഫാനായിട്ട് മാറും കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യുള്ള നല്ല അടിപൊളി പോർക്കാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കുമേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഈ ഒരു പോർക്കിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ പോർക്ക് വെന്തോളും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അടുക്കി പിടിക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും 1 കൂടം വെളുത്തുള്ളിയും 1 വലിയ ഇഞ്ചിയും നമ്മളൊരു 15-20 ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കേണ്ട കാര്യമില്ല, കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പോർക്കിലോട്ട് പോകാം. പോർക്കിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു വെള്ളവും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ പോർക്ക് വെള്ളമൊക്കെ വറ്റി നല്ല നെയ്യൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു പാനും കൂടി എടുത്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ജസ്റ്റ് കളർ ചേഞ്ച് ആകുമ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് പോർക്കിന്ന് വരുന്ന നെയ്യുണ്ടല്ലോ, അത് നമ്മൾ നല്ല ബ്രൗണിഷ് കളർ ആയതിനു ശേഷം ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊരു 2 വലിയ സ്പൂൺ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല വറുക്കുന്നതിൻ്റെ കളറ് ഇതിലൊരു വലിയൊരു പാർട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മസാല വറുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. എന്നാൽ മാത്രമേ നല്ല കളറിൽ നമുക്ക് വരണ്ടു വരുള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പോർക്കിന് നെയ്യ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വരട്ടിയെടുക്കാനായിട്ട്. 1 സ്പൂൺ പെരിഞ്ജീരകവും 1 സ്പൂൺ കുരുമുളകും കൂടി നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിനും എരിവിനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഈവൻ മസാല നിങ്ങൾ ആ ഒരു സമയത്ത് നന്നായിട്ട് കളർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ തേങ്ങക്കൊത്തുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. പോർക്ക് ഫ്രൈ റെഡി.